ഹലോ അർമീസേ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ വേറൊന്നുമല്ല വന്നേ. ഞാൻ വീഡിയോ കുറച്ച് നാളായി ഇട്ടിട്ട്. പ്രത്യേകിച്ചൊന്നുമല്ല, ഇൻറ്റേർണൽ എക്സാംസും സെമിനാർ അസൈൻമെൻറ്റ് അങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങളുണ്ട് തലയിൽ. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയുന്നേ ഇല്ല. പിന്നെ 3 ദിവസം അവധി കിട്ടിയപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ വീഡിയോസിന് ലെങ്ത്ത് പോരാന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഞാൻ ആകെ ഒരു 1 GB നെറ്റ് കയറ്റാറുള്ളൂ. ഞാൻ ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ തീരുകയും ചെയ്യും. പിന്നെ എനിക്ക് കോളേജിലത്തെ ആവശ്യത്തിന് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ സ്റ്റോറി സ്ക്രിപ്റ്റഡ് സ്റ്റോറി അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഒരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സ്ക്രിപ്റ്റ് മാറി. ഇപ്പോൾ ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ മനസ്സെന്ത് പറയുന്നു അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ മനസ്സിൽ സ്റ്റോറി ഇല്ലെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനും പറ്റില്ല. അതാണ് വീഡിയോ ലാഗാവുള്ള മറ്റൊരു കാരണം. അപ്പോൾ ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല. ചെറിയ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അത് പറയാൻ വന്നു. ഓക്കെ എന്നാൽ Driver, stop the car. ഹായ് മോനെ. മോനെ എന്നെ ഓർമ്മയുണ്ടോ? ഹോ, അങ്കിളോ? എന്തൊരു ചോദ്യം അങ്കിളെ ഇത്. അല്ല, നിങ്ങളെന്താ അവിടെ? എനിക്കൊരു ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് മോനെ കണ്ടത്. പിന്നെ മോനെ, നീ ക്ഷമിക്കണം. അവനക്ക് വേണ്ടി ഞാൻ മാപ്പ് വയ്ക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കഷ്ടപ്പാടെന്താണെന്ന് അറിയാതെ വളർന്നത് അവൻ. അതാ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. പിന്നെ അമ്മയില്ലാത്ത കൊച്ചല്ലേ, അതുകൊണ്ട് കൊഞ്ചിച്ച ഞങ്ങൾ വളർത്തി. ചേച്ചേ, അങ്കിൾ എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട, എനിക്കത് മനസ്സിലാവും. എനിക്ക് മോനെ പോലെ അധ്വാനിച്ച് ജീവിക്കുന്നവരെ നല്ല റെസ്പെക്റ്റാണ്. അവൻ ഈ അധ്വാനത്തിൻ്റെ വിലയൊന്നും അറിയില്ല, അതാ അങ്ങനെ ആയിപ്പോയത്. അല്ല, ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് മോൻ്റെ എല്ലാ പഠിത്തത്തിനെല്ലാം തികയോ? ആ, തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകും. ഞങ്ങൾ പാർട്ട് ടൈം ജോബുകാർക്ക് അധികം കൂലിയൊന്നും കിട്ടൂല. പിന്നെ അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങി ഇങ്ങനെ 1 മാസം തികയ്ക്കും. മോൻക്ക് പറ്റിയൊരു ജോബുണ്ട്, അത്യാവശ്യത്തിന് കൂലി കിട്ടും. മോനേതായാലും നാളെ സൺഡേ അല്ലേ, വീട്ടിലോട്ട് പോവാം. താങ്ക് യു അങ്കിൾ. ഓ, എന്തൊരു നല്ല മനുഷ്യൻ. എന്നിട്ട് അവൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്? എന്താണ് ചേർക്കാൻ എനിക്ക് വേണ്ടേ? ഈ മനുഷ്യനെ കൊല്ലൂ. ഇപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേന്ന് ഞാൻ. നിനക്കെന്താടാ ഈ പെട്ട കാര്യം? അതെന്താ, മനുഷ്യന്മാർക്ക് ഇങ്ങോട്ട് വരരുതെന്ന് വല്ല നിയമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതല്ലല്ലോ ഞാൻ നിന്നോട് ചോദിച്ചേ. എന്തിനാ എന്റെ വീട്ടിൽ കയറിയാന്നല്ലേ? കയറാൻ തോന്നി, ഞാൻ കയറി. അവൻ ഞാൻ പറഞ്ഞിട്ട് വന്നതാ. ആ, മോനെത്തിയിട്ട് കുറെ നേരമായോ? എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ഞാനും വരാൻ നേരമെങ്കിൽ. ഏയ് ഇല്ല അങ്കിൾ, ഞാൻ ഇപ്പം എത്തിയിട്ടുള്ളൂ. ഇവൻ എന്തിനാ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അതൊന്നുമില്ല, ഞാൻ ഇവനൊരു ജോബ് ഏർപ്പാടാക്കി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, അതിൻ്റെ കാര്യത്തിന് വന്നതാ. പിന്നെ മോനെ, പണിയെന്ന് പറയുന്നത് അത്ര വലിയ പണിയൊന്നുമല്ല. ഇവിടെയുള്ള ഈ ഗാർഡനൊക്കെ ഒന്ന് നേരാക്കണം.
അവളുണ്ടായിരുന്ന കാലത്ത് അവളായിരുന്നു അതെല്ലാം നോക്കിയിരുന്നത്. അപ്പോൾ അവളില്ലല്ലോ. അതാ അവളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ ഗാർഡൻ കൊണ്ടു നടക്കുന്നതന്നെ. എനിക്ക് ഓക്കെയാണെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളത്. ഇവനിവിടെ ജോലി കൊടുക്കാൻ പറ്റൂല. അത് നീയല്ല തീരുമാനിക്കണ്ടേ, ഞാനാ. ഇതെന്റെ വീടാ. ഇവിടെ ആർക്കും ജോലി കൊടുക്കണം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ആ അത് പിന്നെങ്കിൽ ഇത്രയും പോലെ കൂലിക്കുള്ള പണിയൊന്നും ഞാൻ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതൊന്നും സാരില്ല മോനെ. എനിക്ക് ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരെ നല്ല ഇഷ്ടമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, അതാ. പിന്നെ മോൻ വന്നപ്പോൾ വെള്ളമൊന്നും തരാഞ്ഞത് അതൊന്നും എടുത്തു തരാൻ ഇവിടെ ആരും ഇല്ലാത്തോണ്ടാ. അങ്കിൾ, എനിക്ക് കുക്കിങ്ങും അറിയാം, എന്നാൽ ഞാൻ അതും കൂടി ചെയ്യാം. എനിക്ക് ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം മതി, അല്ലാത്തത് വേണ്ട. അത് മോൻ്റെ ഇഷ്ടം പോലെ ചെയ്തു. ഓക്കെ അങ്കിൾ, ഞാൻ നാളെ മുതൽ വരാം. നിങ്ങളവൻ എന്തിനാ ഇവിടെ കൊടുന്നതെന്ന് എനിക്കറിയാം. അതിന് ഞാൻ ഇവിടെ സമ്മതിക്കൂല. ഹോ, എന്റെ പൊന്നുമോൻ ഈടായിട്ട് നല്ല കോമഡി ആണല്ലോ. എടാ പൊന്നെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്. നിനക്ക് നിന്റെ തള്ള ജീവനോടെ നിൽക്കണമെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ കാര്യത്തിൽ ഇടപെടാതെ നിന്നു. അല്ലെങ്കിൽ ഞാൻ രണ്ടിനെയും കൊന്നുകളയും. എടാ, നീ കരയൊന്നും വേണ്ട, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. പിന്നെ അവന്റെ വിധി അത് അവനായിട്ട് ചോദിച്ചു വാങ്ങി. നീ അതോർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ ആന്റീനെ കുറിച്ച് അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. എന്ത് വിവരം കിട്ടിയാലും നിന്നെ ഞങ്ങൾ അറിയിക്കാം. നിങ്ങൾക്ക് എന്നെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഇതെന്താണോ എല്ലാവരും മുന്നിട്ടൊന്ന് നോക്കുന്നു? അതിനിപ്പോ എന്താ, ഇത് സ്ഥിരം ഉണ്ടാകാറുള്ളതല്ലേ. അല്ലടാ, ഈ നോട്ടത്തിൽ എന്തോ പന്തികളുണ്ട്. എല്ലാരും ഫോണിലേക്ക് ശേഷം നിന്നെ നോക്കുന്നില്ല. ഡാ, നീയോ നിന്റെ ഫോൺ എടുത്തൊക്കെ. ഇതവന്റെ പ്രിയ. അത് അവനാണെന്ന് എങ്ങനെ നിനക്കറിയുന്നേ? അവനല്ലേ എൻ്റെ ഏറ്റവും വലിയ ശത്രു. അതിന് ആരായിട്ടെന്ന് പോലും അറിയുന്നില്ല. ഇങ്ങനെ അവരാണെന്ന് നീ വിശ്വസിക്കുന്നു? അവനല്ലാതെ തോര് ചെയ്യാനോ? അവന് അവനോട് അവനോട് നീ ആരെടാ ചോദിക്കുന്നേ? ഞാനോടെ അവൻ ടോയ്ലറ്റിൽ പോയി. അവനുള്ള തല്ലിയുണ്ട്, അതുവഴി പോകാൻ പറയാ. അല്ലെങ്കിൽ അവനെ കൊല്ലും. ആരെ തല്ലി, എന്ത് തല്ലി, ആരാ അവനെ കൊല്ലാൻ പോകുന്നു എന്ന് തെളിച്ച് പറയാം. അവൻ്റെ തുണ്ടിറങ്ങി നീ ഗ്രൂപ്പെടുത്ത വീഡിയോ. ഇതൊക്കെ എപ്പോ?
അതൊന്നും എനിക്കറിഞ്ഞൂടാ. ബട്ട് അവനേക്കുള്ള തല്ലി വരുന്നുണ്ട്. അവന്മാരിപ്പോ ഒരു കലിപ്പില. എന്നെ കൊണ്ട് വയ്യ. ദിവസം കൂടുന്നതോടെ ഞാൻ ചൊർക്ക് കൂടി കൂടി വരിക. ഓ വിഹാൻ, നീ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ഓ മുത്ത്. ഡാ! ഓ, എന്റെ ആര് വരുന്നോ വട്ടാണോ? ഏത് നേരം ബാഗിൽ കൂടെ വന്നിങ്ങനെ ആർക്കാണ്? എന്താണ് നിന്റെ പ്രശ്നം? നിനക്ക് നിനക്ക് അറിയില്ലല്ലോ എന്റെ പ്രശ്നം എന്താന്ന്. എടാ വിടടാ, ഇപ്പൊ ഒരു സസ്പെൻഷൻ കിട്ടി വന്നിട്ടുള്ളൂ. ഇല്ല അടുത്തൊന്നും വാങ്ങാൻ നിക്കല്ല നീ. എടാ അവൻ ജീവനോടുണ്ടടാ. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഒന്ന് മറന്ന ഞാൻ നോക്കട്ടെ. രണ്ട് കണ്ണ്, രണ്ട് കാല്, രണ്ട് കൈ, ഒക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താടാ അവിടെ നടന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. അവൻ വന്ന് എന്റെ കഴുത്ത് പിടിച്ച്. നീ ഇങ്ങനെ ടോയ്ലറ്റിൽ വന്നിരുന്ന നിനക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ നീ പോവോ എന്റെ പകരം? മോനെ മൊബൈലൊന്നും എടുത്തോക്ക്, അപ്പ കാര്യം പിടികിട്ടും. ഇതൊക്കെ ഇപ്പോ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അല്ല നീ അവന്റെ വീട്ടിലല്ലേ പണി ചെയ്യണ്ടേ? അതിന്റെ ഇടയ്ക്ക് എപ്പോയെങ്കിലും. എടാ നോഹ, നിനക്ക് നിന്റെ അനിയനെ വേണമെങ്കിൽ എന്റെ മുമ്പൊന്ന് മാറ്റിക്കോ. എടാ അതിലെ എനിക്ക് നിന്നെ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. ബട്ട് അച്ഛൻ്റെ അമ്മയും നൃത്തം ചെയ്ത് നോക്കുമ്പോൾ നീയും കൂടി വേണം. അതുകൊണ്ട് അവന്റെ മുമ്പൊന്ന് മാറുന്നു. എന്തൊരു അഭിനയം കണ്ടു. ഇപ്പോഴല്ലേ കല്ല് കളിച്ചിട്ടായത്. വിഹാനെ, നീ എൻ്റെ ക്ഷമയെ ഒരുപാട് പരീക്ഷിച്ചു. ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാക്കി മാറ്റുന്നു.